മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഇഡിയും കേസെടുക്കാൻ സാധ്യതയുണ്ട്. CM-RLുമായി പണമിടപാട് സംബന്ധിച്ചുകൊണ്ട് SFIOയ്ക്ക് രേഖകൾ ഇഡി ആവശ്യപ്പെട്ടുവെന്ന വിവരങ്ങളാണ് പ്രധാനമായിട്ടും പുറത്തുവരുന്നത്. നേരത്തെ ഇഡി പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ കേസ് വരുമെന്ന് ഇഡി വെളിപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇഡി കേസ് രജിസ്റ്റർ ചെയ്യുക. SFIOയുടെ രേഖകൾ കിട്ടിയ ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുന്നത്. PMLA ആക്ട് അനുസരിച്ച് കള്ളപ്പണ ഇടപാട് ഈ കേസിൽ നടന്നിട്ടുണ്ടെന്ന് ഇഡി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. നേരത്തെ കർണാടക ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ ഇഡി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SFIയോട് ഇഡി രേഖകൾ ആവശ്യപ്പെട്ടതും. ഇതിന് പിന്നാലെ കേസെടുക്കുമെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. എന്നാൽ മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള CM-RL ഹർജി ഡൽഹി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. ഹർജിയിൽ SFIയോയുടെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിനും കോടതി നോട്ടീസ് അയച്ചു. നേരത്തെ വീണയെ പ്രതിയാക്കി SFIO കുറ്റപത്രം സമർപ്പിക്കുകയും ഇതിനെതിരെ ഹർജി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഇഡി നടപടിക്കായി ഒരുങ്ങുന്നത്. കേസിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ഹർജിയും ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നോടിയായി ഇഡിയുടെ പ്രാഥമിക അന്വേഷണ ഭാഗമായുള്ള തുടർ നടപടികൾ പ്രധാനമായിട്ടും ഉണ്ടാവുന്നത്. കേസിൽ വീണയെ പ്രതി ചേർത്ത് SFIO കുറ്റപത്രം സമർപ്പിച്ചതിനെ തുടർന്ന് കേന്ദ്ര കമ്പനി കാര്യമന്ത്രാലയം പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി നൽകി. സേവനം നൽകാതെ വീണ 2.7 കോടി കൈപ്പറ്റിയെന്നാണ് കുറ്റപത്രത്തിൽ ഉയർത്തുന്ന പ്രധാന ആരോപണം. വീണയുടെ എക്സലോജി കമ്പനിക്കാണ് പണം നൽകിയത്. ഒരു സേവനം നൽകാതെയാണ് അനധികൃതമായി പണം കൈപ്പറ്റിയിരിക്കുന്നതെന്നും കുറ്റപത്രത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. നേതാക്കൾക്ക് CM-RL കോടികൾ നൽകിയെന്നും കണ്ടെത്തലുകളും നിലനിൽക്കുന്നുണ്ട്. വീണ CM-RL MD ശശിധരൻ കർത്ത, CM-RL CGM ഫിനാൻസ് P സുരേഷ് കുമാർ എന്നിവർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ നടപടികൾ പ്രധാനമായിട്ട് അനുമതി ഉണ്ടായിരിക്കുന്നത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ പ്രധാനമായിട്ടും ചുമത്തിയത്. കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് CM-RL ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ വിചാരണ തുടങ്ങരുതെന്നും SFIO അന്തിമാന്വേഷണ റിപ്പോർട്ട് നൽകിയോ എന്ന് വ്യക്തമാക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കുമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്.